ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ജർമ്മനി മിനിമം വേജ്. ആദ്യമായി ജനറൽ മിനിമം വേജ് നോക്കാം. 2026 ജാനുവരി മുതൽ ജർമ്മനിയിലെ മിനിമം വേജ് ആണ് ഒരു മണിക്കൂറിന് €13.90. നിങ്ങൾ ആഴ്ചയിൽ 40 മണിക്കൂർ ജോലി ചെയ്താൽ മാസം ഏകദേശം 2400 മുതൽ 2500 വരെ ഗ്രോസ് സാലറി ലഭിക്കും. ഗ്രോസ് സാലറി എന്നാണ് പറഞ്ഞത്. ടാക്സ്, ഇൻഷുറൻസ്, പെൻഷൻ ഇതൊക്കെ കട്ട് ചെയ്യുന്നതിന് മുൻപുള്ള ശമ്പളം. മിനിമം വേജസിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുടെ സാലറി. നിങ്ങൾ നേഴ്സ്, കെയർ ഗീവർ അല്ലെങ്കിൽ എൽഡർ കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മിനിമം വേജ് നോർമൽ മിനിമം വേജിനേക്കാൾ കൂടുതലാണ്. ഇതിന് ജർമ്മനിയിൽ സ്പെഷ്യൽ മിനിമം വേജ് ഉണ്ട്. അതിന് പറയുന്നത് ഫ്രീഗെ മിൻഡൻസ് ലോൺ എന്നാണ്. ഫോർ എക്സാമ്പിൾ, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കെയർ ഹെൽപ്പേഴ്സ് ഏകദേശം €16 കൂടുതൽ പെർ അവറിലാണ് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾ 1 ഇയർ നേഴ്സിംഗ് ട്രെയിനിങ്ങിൽ ഉള്ള ഹെൽപ്പർ ആണെങ്കിൽ ഏകദേശം €17 മുതൽ €18 വരെയും, ഫുള്ളി ക്വാളിഫൈഡ് നേഴ്സ് അഥവാ ഫ്ലീഗെ ഫാക്രാഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് €21 പെർ അവർ അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും ലഭിക്കുന്നത്. ഹെൽത്ത് കെയർ ജോലി ഫിസിക്കലിയും മെന്റലിയും വളരെ ഡിമാൻഡിംഗ് ആയതിനാൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഹയർ പേ നൽകുന്നതാണ് ജർമ്മനിയിലെ റൂൾ. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സാലറി, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഹോസ്പിറ്റൽ, നേഴ്സിംഗ് ഹോം എന്നതിനനുസരിച്ചൊക്കെ മാറാം. അതുപോലെ തന്നെ ടാക്സ്, ഇൻഷുറൻസ് എന്നിവ കട്ട് ചെയ്ത ശേഷം നെറ്റ് സാലറി കുറയും. അതുകൊണ്ട് എക്സ്പെൻസൻസ് ശരിയായി പ്ലാൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ചീസ്.